ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാണ് അഡ്വാൻസ്ഡ് മൈക്രോ പ്രോസസ്സർ. അപ്പോൾ ഇതിൽ ആദ്യത്തെ മൊഡ്യൂളിൽ 8086 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സറിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻ്റൽ ആദ്യകാലഘട്ടങ്ങളിൽ പുറത്തിറക്കിയ മൈക്രോ പ്രോസസ്സറുകളാണ് 4004ഉം അതുപോലെ 8085 പോലുള്ള മൈക്രോ പ്രോസസ്സറൊക്കെ. 1976 ഇൻ്റൽ 8085 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സർ മാർക്കറ്റിൽ ഇറക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഫീച്ചേഴ്സ് കുറച്ചും കൂടി മെച്ചപ്പെടുത്തി ഇൻ്റൽ എന്ന് പറയുന്ന കമ്പനി മാർക്കറ്റിൽ പുറത്തിറക്കിയ ഒരു മൈക്രോ പ്രോസസ്സറാണ് 8086. 1979 ഈ മൈക്രോ പ്രോസസ്സർ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 8086 എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. 40 പിൻ ഡുവൽ ഇൻലൈൻ പാക്കേജ് IC ആയിട്ടാണ് ഈ മൈക്രോ പ്രോസസ്സർ വരുന്നത്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ടാണ്. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 മെഗാഹെർട്സ് മുതൽ 10 മെഗാഹെർട്സ് വരെയാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. ഇതിൻ്റെ പല വേർഷനുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന മെമ്മറി എന്ന് പറയുന്നത് 1 മെഗാ ബൈറ്റാണ്. ഇതിൻ്റെ ഡാറ്റ ബസ് ഇതിൻ്റെ സൈസ് 16 ബിറ്റും അതുപോലെ തന്നെ അഡ്രസ് ബസ്സിൻ്റെ സൈസ് 20 ബിറ്റുമാണ്. അപ്പോൾ ഈ അഡ്രസ് ബസ് വെച്ചിട്ട് നമുക്ക് പരമാവധി അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് മെമ്മറി എന്ന് പറയുന്നത് 220 ആണ്. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി മെമ്മറി 1 MB എന്ന് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് 14 രജിസ്റ്ററുകളുണ്ട്. എല്ലാ രജിസ്റ്ററുകളും 16 ബിറ്റ് രജിസ്റ്ററുകളാണ്. 8086 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സർ 2 മോഡുകളിൽ ഓപ്പറേറ്റ് ചെയ്യും. മിനിമം മോഡും അതുപോലെ തന്നെ മാക്സിമം മോഡും. പിന്നെ ഇതിൻ്റെ അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും മൾട്ടിപ്ലക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. മൾട്ടിപ്ലക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഒരേ ലൈൻ വഴി തന്നെയാണ് അഡ്രസ്സും ഡാറ്റയും അയക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി, ഇതിനൊരു സിംഗിൾ ഫേസ് ക്ലോക്കാണ്. 33% ഡ്യൂട്ടി സൈക്കിളുള്ള ക്ലോക്ക് പൾസുകളാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ ടൈമിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അരിതമാറ്റിക്, ലോജിക്കൽ, അതുപോലെ സ്ട്രിംഗ് മുതലായ പല ഓപ്പറേഷൻസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ഈ മൈക്രോ പ്രോസസ്സറിന് അവൈലബിൾ ആണ്. ചില മൈക്രോ പ്രോസസ്സറുകളൊക്കെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഓപ്പറേഷൻ പോലുള്ളത് സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ ഈ മൈക്രോ പ്രോസസ്സറിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ മുതലായ എല്ലാ ഓപ്പറേഷൻസും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 8086 മൈക്രോ പ്രോസസ്സറിൻ്റെ ചില പ്രത്യേകതകൾ. ഇതിനെ പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോകളിൽ ഇതിൻ്റെ മെമ്മറീനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മിനിമം മോഡ്, മാക്സിമം മോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോകളിൽ നമ്മൾ പറയുന്നതായിരിക്കും.